ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട KS പാർക്കിലാണ്. അവിടെ അപ്പോൾ കുഞ്ഞി പിള്ളേർക്ക് കളിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇടയ്ക്ക് വന്നു. അക്കൂറിന് കളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. പിന്നെ ഇവിടെ നല്ല രസമാണ്. കുറേയധികം കളിക്കാനുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് കളിച്ചാൽ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് പാർക്ക് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ KS പാർക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ പൂക്കളും പൂന്തോട്ടം പോലെ അവർ നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ നല്ലോണം വെട്ടി ഒതുക്കി നല്ല ഭംഗിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവർ അറേഞ്ച് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. നോക്കൂ, ഇത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ, ഇത് ഹാർട്ടിൻ്റെ ഷേപ്പിലും, ഇത് ഇതിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഭംഗി കാണാം. വേറെ സ്റ്റാച്യൂസ് ഉണ്ട്, മഹാന്മാരുടെ സ്റ്റാച്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൂടെ ഇവിടെ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ നോക്കാം. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതാണ് ഈ കിളികൾ. ഹലോ, മറ്റേ അയ്യോ, ഈ കിളിയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ലവ് ബേർഡുകൾ ഇവരിവിടെ വളർത്തുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ മതി. ഇവിടെ 2 കിളികൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ പാർക്ക് കാണാം. ഇവിടെ അച്ഛനക്കൂടനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. ഇതക്കൂടനെ നോക്കാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാർക്ക്. ഇതാ ഗൈസ്, അക്കു ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൂടോ ഹായ് പറയൂ. അക്കുടിപ്പ ആ തീരുള്ളിൽ കൂടെ വരുന്നതാണ് ഗൈസ്. നമുക്കിവിടെ അക്കുടിനെ നോക്കാം. ഗടി കൂടെ അക്കുടി വരും. അവനിറങ്ങി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അക്കുടിനെ കാണില്ലല്ലോ ഗൈസ്. ഇതേ അക്കുട് വന്നു. അപ്പം നമ്മൾ അക്കുട് കളിക്കുന്നതും എല്ലാം കണ്ടു. ഇവിടെ അച്ഛനമ്മ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കൂടെ കടന്നു പോവാണ്. സ്റ്റാച്യൂസ്, ഗാന്ധിജിയുടെ സ്റ്റാച്ചു ഉണ്ട്. പ്രതിമ. ഇവിടെ ഒരു മാനിൻ്റെ ഇതുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഒരു മല പോലെയാണത്. വാവ്, അവിടെ ഇതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഒരു ജിറാഫ് ഉണ്ട്, ഒരു വലിയ ജിറാഫ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. ഇവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, ഇത് ബോൾ തട്ടി കളിക്കുന്നത്. അവിടെ കുട്ടിക്ക് കളിക്കാൻ ആരുമില്ലാണ്ട് അവൻ ഒറ്റയ്ക്ക് കളിക്കുകയാണ് ഗൈസ്.
പിള്ളേർ കളിക്കുന്നുണ്ട്. ഇവിടെ നമുക്കിരിക്കാനുള്ള സോഫ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അക്കുടും ഈ കുട്ടിയും കളിച്ചോണ്ടിരിക്കുകയാണ്. പോയി 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 ഇവിടെ അവരത് കളിക്കുന്നുണ്ട്. അപ്പോൾ പയ്യോട് നടക്കണ ഒരു സ്ഥലമാണ്. ഇവിടെ സുഖമായിട്ട് ശാന്തമായിട്ട് വരയ്ക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറയാൻ ഇവിടുത്തെ ഈ പൂന്തോട്ടമാണ്. പൂന്തോട്ടം വെച്ചാൽ ഗാർഡൻ കാണാൻ നല്ല ഭംഗിയാണ്. അവർ നല്ല ഇതിൽ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോ സ്പോട്ട് എന്നുള്ള രീതിയിൽ അവരവിടെ മറ്റേ ഉണ്ടോ ആ ചെടിയാന്ന് തോന്നുന്നുണ്ട്, അത് നല്ലോണം വെട്ടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല സംഭവമാണ് അവിടെ. പിന്നെ ഇവിടെ ഉണ്ടോ കല്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് അവർ വെച്ചേക്കുന്നത് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് അസ്തരിക്കായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം ഗൈസ്. ഇവിടെയുണ്ട് കുറെ കളിക്കാനുള്ള സാധനങ്ങള്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഈ ഗാർഡൻ തന്നെയാണ്. നമുക്ക് അവിടെ സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാം. ലൈക്ക് ദിസ്. ഇവിടെ ഓടിക്കളിക്കാട്ടോ, ഞങ്ങൾ ഓടിക്കളിക്കാറുണ്ട് ഇവിടെ. ഇത് അക്കൂടെ അവിടെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. വാവ്, ഇവിടെ നമുക്ക് നല്ല വേണം റിലാക്സ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല പാർക്കാണത് കേസ് പാർക്ക്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. ഇവിടെ അക്കുട് കൊമ്പത്ത് കയറിയിരിക്കുകയാണ്. അക്കുട് ഒരു കുരങ്ങൻ കുട്ടിയാണ് ഗൈസ്. അവൻ തെളിയിച്ചുകൊണ്ടിരിക്കണം അവനൊരു കുരങ്ങനാണെന്ന്. ഇവിടെ മലയുണ്ട്, നമുക്ക് മല വഴി കയറി പോകാം. നമ്മളന്ന് ഇവിടെ ഉണ്ട് നല്ല റെഡ് കളർ പാലപ്പൂ. വാവ്, ഇവിടെ രാത്രി ആയിട്ടുണ്ട്, അതായത് രാത്രി ആവാറുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പക്ഷികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ചേക്ക് കയറാണ്. അതാ മുകളിൽ നമുക്ക് കാണാം കുറേ പക്ഷികൾ വന്നിട്ടുണ്ട്. ഇവിടെ മരങ്ങളിലും ഒക്കെ പക്ഷികൾ ഈ ടൈമിൽ വന്ന് ചേക്ക് കയറും. അതാ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ടൈമിലാണ് ഇവിടെ പക്ഷികൾ വരാറ്. ഇത്രയും മനോഹരമായ ഒരു പാർക്കാണിത്.
നമുക്ക് ഇവിടെ വന്ന് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ പ്രകൃതി ഭംഗി പോലെ ഇവിടുത്തെ ഗാർഡനൊക്കെ ആസ്വദിച്ച് ഇരിക്കാനും പറ്റും. നമുക്കിവിടെ വേണമെങ്കിൽ റീൽസും സംഭവങ്ങളൊക്കെ എടുക്കാം. അടിപൊളി സംഭവമാണ്. ഞങ്ങളിവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോ എടുത്തിരുന്നു. വളരെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം. അതായത് കുട്ടികൾക്ക് കളിക്കാനും ഉണ്ട്, വലിയവർക്ക് ഇവിടെ ആസ്വദിക്കാനും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൊണ്ടും ഉള്ളൊരു പാർക്കാണ് നമ്മുടെ KS പാർക്ക്. ഇവിടെ രാത്രിയായി. ഇങ്ങോട്ട് അപ്പം നമ്മൾ ഇറങ്ങണ്. പക്കൂടി പോകണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ ഇവിടെ നമുക്ക് ബാലരമ വായിക്കാനുള്ള ബുക്കുകളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം. നല്ല രസമായിരിക്കും. അതെ ഞങ്ങളിവിടെ ഇറങ്ങണ്. ഞങ്ങളത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണ്. അപ്പോൾ തിരിച്ച് പോവാണ്. ഇവിടെ ആൾക്കാരധികം ഇല്ല, കാരണം രാത്രിയായി. ഇവിടെ 8 മണിക്ക് അടയ്ക്കുക. 7:30 നമ്മൾ ഇറങ്ങണ്. ഞങ്ങൾ കാറിൽ കയറി പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. ബൈ ബൈ.